ഹലോ, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നൈറ്റ് ഹെയർ കെയർ റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഫേസ് കെയർ ചെയ്യുന്ന പോലെ തന്നെ ഹെയറിനെ അത്രയ്ക്കൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുകയോ കെയർ ചെയ്യുകയോ ഒന്നും ചെയ്യാറില്ലല്ലേ. എല്ലാവരും അല്ല, മിക്കവരും. ഞാനും ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ് ഹെയറൊക്കെ കെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹെയർ രാത്രി നമുക്ക് ഒരു 2-3 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ ഹെയർ അത്യാവശ്യമൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കാൻ, ഹെൽത്തി ആക്കാനൊക്കെ പറ്റും കേട്ടോ. നല്ല മുടി പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ജസ്റ്റ് ഈ 2-3 കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യമൊക്കെ മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ആദ്യമായിട്ട് ഉടക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കൈവച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റി കൊടുക്കുക കേട്ടോ. തുമ്പറ്റത്തുനിന്ന് മുകളിലേക്ക് ചെയ്ത് കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മൾ മുകളിൽ നിന്ന് താപ്പോട്ടാണ് ചെയ്യുന്നതെങ്കിൽ മുടി ഫുള്ള് ഊരി വരാനായിട്ട് ചാൻസ് ഉണ്ട്. എൻ്റെയൊക്കെ നല്ല ഡ്രൈ ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴേ മുടിയൊക്കെ ഒത്തിരി ഊരിപ്പോവും. അപ്പോൾ നമ്മളിങ്ങനെ മുടീനെ വളരെ പതിയെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഉടക്കൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു ഓയിലെടുത്തിട്ട് സ്കാൽപ്പിൽ നിന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഓയിലാണോ അതെടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്, സാധാ വെളിച്ചെണ്ണ. അതെടുത്തിട്ട് ഒരു ഡ്രോപ്പ് എങ്ങാനും മതി കേട്ടോ. ഒത്തിരി ഒന്നും തലയിൽ വാരി ഇങ്ങനെ തേക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു ഡ്രോപ്പേ എടുക്കുന്നുള്ളൂ. ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ കൂട്ടത്തിൽ മുടിയിലും കൂടി ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എൻ്റെ മുടി അത്യാവശ്യം ഡ്രൈ ഹെയർ ആണ് കേട്ടോ. ഓയിലി ആണെങ്കിൽ നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. കൈകൾ ഇതുപോലെ മുടിയുടെ ഇടയിലൂടെ നമ്മുടെ സ്കാൽപ്പിൽ എത്തിച്ചിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് മസാജാണ് കേട്ടോ ആദ്യം കൊടുക്കുന്നത്. ഫിംഗറിൻ്റെ ടിപ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ നഖമൊന്നും ഒരിക്കലും സ്കാൽപ്പിലിട്ട് കുത്തി മുറിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. അതിൻ്റെ നമ്മുടെ ഈ വിരലിൻ്റെ തുമ്പറ്റം വെച്ച് ഇങ്ങനെ റൗണ്ടായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയറിനൊക്കെ നല്ലതാണ്. ഹെയറൊക്കെ വളരാനും നമ്മുടെ സ്കാൽപ്പൊക്കെ ഒന്ന് റിലാക്സ് ആവാനും നമുക്ക് നന്നായിട്ടൊന്ന് റിലാക്സ് മൈൻഡ് ആവാൻ നല്ലതാണ് കേട്ടോ. നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി വേറൊരാൾ ചെയ്ത് തരികയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ എഫക്റ്റ് ആവുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇത് ഒറ്റയ്ക്ക് ചെയ്താലും നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് സ്വയമായിട്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. നമ്മൾ തലേനെ ഒന്ന് പ്രസ് ചെയ്ത് താപ്പോട്ട് കൊണ്ടുവരിക. അത് കണക്ക് ഒരു 5 to 10, എല്ലാം 5 to 10 ഇടയ്ക്ക് ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം ഫിംഗേഴ്സ് ഇങ്ങനെ സ്കാൽപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി മസാജുകളുണ്ട് കേട്ടോ. നമ്മൾ ഈ 3 മസാജ് മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാം ഒന്നും വാരി വലിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെയറിനൊക്കെ നല്ല ഒരു റിലാക്സ് ഫീൽ വരും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അത് ഒരു 5 to 10 ഇടയ്ക്ക് ചെയ്താൽ മതി. വളരെ നല്ലതാണ് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അതും രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ട് കിടക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു റിലാക്സ് ഫീൽ കിട്ടും. അതിനുശേഷം മുടിയൊക്കെ വീണ്ടും ഒന്ന് ഉടക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പ്ലാസ്റ്റിക് ചീപ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നീം ചീപ്പുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ കൂടെ നമ്മൾ ഈ പല്ല് അകർന്ന ചീപ്പുകൾ വേണം എപ്പോഴും യൂസ് ചെയ്യുക കേട്ടോ. അടുത്തടുത്ത് പല്ലുകളുള്ള ചീപ്പുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ തുമ്പറ്റത്ത് നിന്ന് മുകളിലോട്ട് വേണം എപ്പോഴും ചെയ്യാൻ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുടി പെട്ടെന്ന് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഹെയർ കണ്ടോ, നമുക്ക് നല്ലൊരു ഫീൽ തോന്നും കേട്ടോ. എൻ്റെ ഡ്രൈ ഹെയർ ആയതുകൊണ്ട് തന്നെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുടിയൊക്കെ ഒന്ന് നല്ല ജടയൊക്കെ മാറി ഒന്ന് ഫ്രഷായ ഫീൽ വരും. അപ്പോൾ നന്നായിട്ട് ചീർക്കി കൊടുക്കുക. നമ്മൾ രക്തയോട്ടമൊക്കെ ഓടാനും നമ്മൾ ഈ പല്ലകർന്ന ചീപ്പ് വെച്ച് വളരെ പതിയെ ചീപ്പി കൊടുത്താൽ തന്നെ രക്തയോട്ടമൊക്കെ കൂടി ഹെയറിനൊക്കെ അത് നല്ലതാണ്. ശേഷം ഞാൻ മുടി ഫ്രണ്ടിലോട്ടിട്ടൊന്ന് ചീർക്കി കൊടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ഫ്രണ്ടിലോട്ടിട്ട് ചീർക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. മുടി അതൊരു 5 മിനിറ്റ് വരെയൊക്കെ നമുക്ക് അങ്ങനെ ചീകി കൊടുക്കാം. മുടിയൊക്കെ നന്നായിട്ട് രക്തയോട്ടമൊക്കെ കൂടി മുടിയൊക്കെ വളരാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ മുകളിൽ
മുകളിൽ മുടി കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. പലരും ബാക്കിൽ മെടഞ്ഞിടുകയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയാണ് സ്യൂട്ടബിളായിട്ടുള്ളത് ആ രീതിയിൽ കെട്ടിക്കൊടുത്താൽ മതി. ഞാൻ പണ്ട് തൊട്ടേ മുടി മുകളിൽ കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇടക്കാലത്ത് ഇപ്പോൾ കുറച്ച് നാളേ ആയിട്ടുള്ളൂ കേട്ടോ ഇങ്ങനെ കെട്ടി വയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഞാൻ മുടിയൊക്കെ പണ്ട് അങ്ങനെ കെയറൊന്നും ചെയ്യാതെ അതേ രീതിയിൽ മുടി കെട്ടുപോലും ശരിയാക്കാതെ ഞാൻ കിടന്നുറങ്ങുമായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ടുണ്ട്. മുടിയൊക്കെ പൊഴിച്ചിലൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കും. നല്ല വ്യത്യാസം വരും കേട്ടോ. ഞാൻ മുകളിൽ ഭയങ്കരമായിട്ട് ഇറുക്കി കെട്ടണ്ട കേട്ടോ. നല്ല ലൂസായിട്ട് കെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ ഞാൻ കെട്ടി മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഫ്രഷായിട്ട് ഉറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.